നമസ്കാരം. പുതിയൊരു വാർത്താ വിശേഷത്തിലേക്ക് കടക്കാം. ശശി തരൂരിനെ എങ്ങനെ തളയ്ക്കുമെന്നറിയാതെ മൗനം പൂണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അടിക്കടി തരൂർ നടത്തുന്ന പ്രസ്താവനകളും മോദി സ്തുതിയും കോൺഗ്രസിനെ ഒട്ടൊന്നുമല്ല വെട്ടിലാക്കുന്നത്. ഇപ്പോൾ നടന്ന പുതിയ സംഭവ വികാസങ്ങൾ നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച ദ ഹിന്ദു പത്രത്തിൽ തരൂരിന്റെ ഒരു ലേഖനം പുറത്തു വന്നിരുന്നു. ഈ ലേഖനത്തെ പ്രധാനമന്ത്രിയുടെ കാര്യാലയം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകളൊന്ന് പരിശോധിക്കാം. മോദിയുടെ ഊർജവും ഉശിരും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇതിന് വലിയ പിന്തുണ നൽകേണ്ടതാണ്. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ആഗോള ധാരണകളെ രൂപപ്പെടുത്തുന്നതിലും അന്താരാഷ്ട്ര പിന്തുണ ഏകീകരിക്കുന്നതിലും ഉപകാരപ്പെട്ടു. ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ ഇന്ത്യക്ക് വളരെ വ്യക്തതയോടെയും ബോധ്യത്തോടെയും അന്തർദേശീയ വേദികളിൽ ശബ്ദമുയർത്തിപ്പിടിക്കുവാൻ കഴിയും. ഇങ്ങനെ നയതന്ത്രത്തിലൂടെയുള്ള ഐക്യത്തിൻ്റെ ശക്തി, വ്യക്തമായ ആശയവിനിമയം നടത്തിയതിൻ്റെ ഫലപ്രാപ്തി, മൃദുശക്തികളുടെ നയതന്ത്ര മൂല്യം, സുസ്ഥിരമായ ഒരു പൊതു നയതന്ത്രത്തിൻ്റെ ആവശ്യം, ഇവയൊക്കെ ഇതിലൂടെ പഠിക്കുവാനും സാധിച്ചു. ഈ നയതന്ത്ര രീതി ഇനി വരും കാലത്ത് ഉണ്ടാകുന്ന അതിസങ്കീർണമായ അന്തർദേശീയ സാഹചര്യങ്ങളിൽ മുന്നോട്ടു പോകുവാനുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളായി പ്രവർത്തിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നയതന്ത്ര ഇടപെടൽ ദേശീയ ഇച്ഛാശക്തിയുടേതായ ഒരു കാലഘട്ടമാണ് തെളിയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ബുദ്ധിപരമായ നീക്കം നയതന്ത്ര മേഖലയിൽ അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിച്ചു. എംപിമാരുടെ വിദേശ സന്ദർശനം വഴി പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടിക്ക് ആഗോളതലത്തിൽ സ്വീകാര്യത ലഭിച്ചു. മോദിയുടെ ദീർഘവീക്ഷണമാണ് ഇത്തരത്തിൽ ഐക്യത്തോടെ അന്താരാഷ്ട്ര വേദികളിൽ ശബ്ദമുയർത്തുവാൻ ഇന്ത്യക്ക് സാധിച്ചതിന് കാരണം. ഇതൊക്കെയാണ് തരൂരിന്റെ ലേഖനത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ. ഇതോടെ കോൺഗ്രസ് വീണ്ടും ധർമ്മസങ്കടത്തിലായി. ആഗോള നയതന്ത്ര തലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനത്ത പരാജയമാണെന്ന് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് തരൂർ ലേഖനവുമായി വീണ്ടും വന്നത്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് കോൺഗ്രസ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ലെന്നും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സർവകക്ഷി യോഗം നടത്തുകയോ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുകയോ ചെയ്തില്ല എന്നും കോൺഗ്രസ് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോദിയെ ശക്തമായി പിന്തുണച്ച് തരൂർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിദേശത്ത് മോദിയെയും സർക്കാരിനെയും വാഴ്ത്തിയ തരൂർ BJPയുടെ സൂപ്പർ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിനെ പലവട്ടം തള്ളിയ തരൂർ തുടർച്ചയായി മോദിയെ പുകഴ്ത്തുകയാണ്. ഏറ്റവും വലിയ രസമുള്ള കാര്യമെന്തെന്നാൽ ദി ഹിന്ദു പത്രത്തിൽ മോദിയുടെ നയതന്ത്ര നിലപാടിനെ വിമർശിച്ച് സോണിയാഗാന്ധി ലേഖനം എഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് അതേ പത്രത്തിൽ മോദി സ്തുതിയുമായി തരൂരിൻ്റെ ലേഖനവും വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ തരൂർ തുടർച്ചയായി പാർട്ടി വിരുദ്ധ നിലപാട് എടുക്കുമ്പോഴും നടപടിയെടുക്കുവാൻ പോലും ആകാതെ കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പഴയ ചേരിചേരാ നയം ഉപേക്ഷിച്ച മോദി സർക്കാർ രാജ്യത്തിന്റെ വിദേശ നയം തകർത്തു എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ആവർത്തിച്ചുള്ള മോദി സ്തുതിയിൽ പാർട്ടി നേരത്തെ തരൂരിന് അന്ത്യശാസനം നൽകിയിരുന്നു. കോൺഗ്രസിന്റെ നിലപാടിനെതിരായി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണച്ച തരൂരിനെതിരെ കോൺഗ്രസ് യോഗത്തിലടക്കം പാർട്ടി നേതാക്കളുടെ വിമർശനമുയർന്നിരുന്നു. പാർട്ടിയോട് പോലും ആലോചിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം നയതന്ത്ര ദൗത്യത്തിനായി ശശി തരൂർ പുറപ്പെട്ടതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുമുണ്ടായിരുന്നു. ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത് പ്രകാരം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുവാനായാണ് തരൂർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു നീക്കം നടന്നാൽ തരൂരിന് ഒരു രക്തസാക്ഷി പരിവേഷം ലഭിക്കും. അത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും BJP ഒരു ശക്തമായ ആക്രമണമാക്കി മാറ്റുകയും ചെയ്യും. ഇതൊക്കെയാണ് നിരന്തരം പ്രസ്താവന ഇറക്കുന്ന തരൂരിനെതിരെ നടപടിയൊന്നും എടുക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിന് കാരണം. ഇപ്പോഴും ഒരു വിഭാഗം തരൂരിനൊപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ പിന്തുണയുമായി നിൽക്കുന്നത് നേതൃത്വം വളരെ ഗൗരവകരമായി തന്നെ എടുക്കുകയാണ്. G20 ഷെർപ്പ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ കേന്ദ്രം പരിഗണിക്കുന്നു എന്നൊരു വാർത്ത മുൻപ് വന്നിരുന്നു. ഇപ്പോൾ ഈ സ്ഥാനം വഹിച്ചിരുന്ന നീതി ആയോഗ് മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അമിതാഭ് കാന്ത് ഷെർപ്പ സ്ഥാനം രാജിവെച്ചിരുന്നു. തരൂരിനെ പ്രകോപിപ്പിക്കരുത് എന്ന് ഹൈക്കമാൻഡ് കേരളത്തിലടക്കമുള്ള നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ ചങ്കൂറ്റം കാണിച്ച തരൂരിനോട് ആദ്യകാലം മുതലേ തന്നെ പാർട്ടിക്ക് അത്ര മതിപ്പില്ലായിരുന്നു. പല കാര്യങ്ങളിലും അവഗണന തുടങ്ങിയതോടെയാണ് ഒടുവിൽ തരൂർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പൊരുതുവാൻ തുടങ്ങിയത്. താൻ അവഗണിക്കപ്പെടേണ്ട ആളല്ല എന്നും തൻ്റെ കഴിവുകളെ യഥാവിധി ഉപയോഗപ്പെടുത്തുവാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നും തരൂർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. തരൂരിൻ്റെ ബൗദ്ധിക നിലവാരവും
വിദേശ നയതന്ത്രത്തിലുള്ള പ്രാവീണ്യവും അനുഭവ സമ്പത്തും ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനും അർഹമായ സ്ഥാനം നൽകുവാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നതുമില്ല. കുറച്ചുനാൾ മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് തരൂർ എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അത് നിഷേധിക്കാതെ അങ്ങനെ ഒരു അവസരം വന്നാൽ തയ്യാറാണെന്ന സൂചനയും തരൂർ നൽകിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തരൂരിനെ ഒട്ടും അടുപ്പിക്കാതെ മാറ്റി നിർത്തുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ശ്രദ്ധ കാണിച്ചു. തന്നെ ആരും നിലമ്പൂരിലേക്ക് പ്രചരണത്തിനായി വിളിച്ചില്ലെന്നും താൻ ഒരു ഫോൺ കാൾ അകലത്തിൽ ഉണ്ടായിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തരൂർ പ്രസ്താവന ഇറക്കിയിരുന്നു. എത്ര ഗതികെട്ടാലും BJPയിലേക്ക് പോകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ തരൂരിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയുന്ന ആളല്ല തരൂരെന്ന് പാർട്ടിക്കും നന്നായി അറിയാം. തരൂർ ഇപ്പോൾ തുടരുന്ന പ്രകോപനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ തീർച്ചയായും കാണും എന്ന് തന്നെ കരുതാം. അത് വരും നാളുകളിൽ വ്യക്തമാകുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിനെ രാഷ്ട്രീയ പ്രചരണായുധമായി BJP മാറ്റിയെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും തക്കതായ അവസരം മുതലാക്കി തരൂരും അടവുകൾ പയറ്റുകയാണ്. മറ്റൊരു വാർത്താ വിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.